ഗൈസ്, ഇവിടെ ഞാനേ ഒരു പുതിയ കാറൊക്കെ മേടിച്ചുട്ടാ. ആ കാറാണെങ്കിൽ ഞാനിവിടെ ഗ്യാരേജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാറിപ്പോൾ ഏതാന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതുണ്ടില്ലേ, ഇതാണ് എൻ്റെ പുതിയ ലംബോർഗിനി. ഒരു മിനിറ്റ്, എൻ്റെ കാർ എവിടെയാ? എൻ്റെ പുതിയ ലംബോർഗിനി കാറ്. ഏയ്, ഞാനിവിടെ പാർക്ക് ചെയ്തേ. അതെ, നൈസായിട്ട് പണിപ്പാളിട്ടാ. എൻ്റെ കാറ് ആരോ അടിച്ചു മാറ്റി. ഒരു മിനിറ്റ്, റോക്കിയോട് ചോദിച്ചു നോക്കാം. എടാ റോക്കിയേ, നീ ഇവിടെ വെറുതെ ഇരിക്കണോ? അതെ, നീ വലുതും പറഞ്ഞ എൻ്റെ കാറ് ആരോ അടിച്ചു മാറ്റി. നിനക്കറിയോ എൻ്റെ കാറ് ആരടിച്ചു മാറ്റിയെന്ന്? ഏ നീ പുതിയ കാറൊക്കെ മേടിച്ച? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ല. ആ, ബെസ്റ്റ്. നല്ല ആളോടെ ചോദിക്കണേ. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കണ്ടല്ലോ. ഇതാര്? റെഡ് ഹൾക്കാ? ആ, ഒന്ന് എടുത്തോക്കാം. എടാ റെഡ് ഹൾക്ക്, എന്താ വിളിച്ചേ? എടാ ജാക്കേ, നീ പുതിയ കാറൊക്കെ മേടിച്ചുല്ലേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാറ് വേറെ ആരില്ല, ഞാൻ തന്നെ അടിച്ചു മാറ്റിയേ. നീ അപ്പോ ഏതായാലും ഒരു കാര്യം ചെയ്യ്. ആ ജംഗിളില് ഒരു വീടില്ലേ, ആ വീട്ടിലേക്ക് പോരെ. ഞാനവിടെ വെയിറ്റ് ചെയ്യണ്ടാവും. ഐ ശരി, അപ്പോൾ നീയാണല്ലേ എൻ്റെ കാർ അടിച്ചു മാറ്റിയേ? അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഗൈസ്, ഇവിടെ ആ റെഡ് ഹൾക്കില്ലേ, അയാളെന്നെ വിളിച്ചേക്കാൻ കേട്ടാ. എൻ്റെ കാറ് അവനാണ് അടിച്ചു മാറ്റിയേ. എന്നിട്ടായാലും അവനെ ഞാൻ വെറുതെ വിടില്ല, അതുറപ്പാ. അവൻ പിന്നെ എന്നോടേ ജംഗിളിലേക്ക് വരാൻ പറഞ്ഞു. ജംഗിളിൽ ഒരു വീടുണ്ട്. ആ വീട്ടിലിപ്പോൾ ആൾക്കാരെങ്ങനെ താമസിക്കാറില്ല, ഒരു പഴയ വീടാ. അങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. അപ്പോൾ ഇതാണ് ആ ജംഗിള്. ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് കാണും. ആ, അവിടെ റൈറ്റ് സൈഡിൽ ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് വരാനാ പറഞ്ഞേ. എന്നാലും ഹൾക്ക് ഇന്നലെ തന്നെ വണ്ടി അടിച്ചു മാറ്റിയേ, അതെനിക്കിപ്പോഴും മനസ്സിലാവണില്ല. എന്നിട്ടായാലും നമ്മൾ വീട്ടിലേക്ക് എത്തി. ഈ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എടാ റെഡ് ഹൾക്കേ, നീ എവിടെയാ? ഇവിടെ അടിയിലൊന്നും കാണാനില്ലേട്ടാ. എന്നാൽ പിന്നെ അവൻ മേലെ ഉണ്ടാവും. എടാ റെഡ് ഹൾക്കേ, ഒരു കാര്യം പറയാം. മര്യാദയ്ക്ക് എൻ്റെ വണ്ടി തിരിച്ചു തന്നോ, അതായിരിക്കും നിനക്ക് നല്ലത്. ആ, റെഡ് ഹൾക്ക് ഇത് എവിടെ നിൽക്കുന്നുണ്ട്. എടാ ജാക്കേ, നീ വന്നാ? അതെ, എന്നോടൊന്നും തോന്നല്ലേ. നിന്റെ വണ്ടി ഞാൻ തിരിച്ചു തരാം. പക്ഷേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഏ, ഹെൽപ്പാ? എന്തുട്ട് ഹെൽപ്പ്? ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അത് പിന്നെ ആ ഗ്രീൻ ഹൾക്കില്ലേ, നിനക്ക് അവനറിയില്ലേ? അവനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. നീ ഇപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഗ്രീൻ ഹൾക്കിനെ പോയിട്ട് രക്ഷിക്ക്. അവനെ കൊണ്ടുവരാണെങ്കിൽ നിന്റെ കാർ ഞാൻ തിരിച്ചു തരാം, പ്ലീസ്. ഐ ശരി, അങ്ങനെയാണോ? ഇതപ്പോൾ ആദ്യം പറഞ്ഞാൽ പോരെ. എന്തിനാ എൻ്റെ കാർ അടിച്ചു മാറ്റിയേ? അതിൻ്റെ ആവശ്യമുണ്ടാ? അത് പിന്നെ നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലെന്ന് ഞാൻ വിചാരിച്ചേ, അതുകൊണ്ടാ കാർ അടിച്ചു മാറ്റിയേ. കാറ് ഞാൻ നിനക്ക് തിരിച്ചു തരാം. ആ ഗ്രീൻ ഹൾക്കിനെ രക്ഷിച്ചോണ്ട് പോവാ. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് ഗ്രീൻ ഹൾക്കിനെ രക്ഷിക്കാം. ഗൈസ്, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഗ്രീൻ ഹൾക്കില്ലേ, അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തേക്കാ. എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് ഗ്രീൻ ഹൾക്കിനെ രക്ഷിക്കാം. നമുക്ക് ആ സാറന്മാരോട് സംസാരിച്ച് നോക്കാം. ഓക്കെ, നമ്മളെങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നേക്കാ. ഡോ, താൻ എന്തായി കാണിക്കണേ? എന്നെ വണ്ടി ഇടിച്ചു പോയില്ലോ, ജസ്റ്റ് മിസ്. അയ്യോ സോറി സാറേ, ഒന്നും മനഃപൂർവ്വമല്ല. സാറേ അതെ, ആ ഗ്രീൻ ഹൾക്കിനെ വെറുതെ വിടോ. അവനതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ, അതെനിക്കറിയാം, അവനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. ഞാനവനെ വെറുതെ വിടാം. നീയേ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുതായോ, അന്നേരം ഗ്രീൻ ഹൾക്കിനെ വെറുതെ വിടാം. ഐ ശരി, അങ്ങനെയാണല്ലേ. ഒരു ബൈക്കിന് വേണ്ടിയിട്ടാ ഹൾക്കിനെ അറസ്റ്റ് ചെയ്തേ. എന്നാൽ ശരി, ഞാൻ സാറിന് ഒരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുവരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഇപ്പോൾ വരാം. ഗൈസ്, ആ സാറ് പറയണതേ സാറിന് ഒരു മോഡിഫൈഡ് ബൈക്ക് വേണമെന്ന്, അതും മോഡിഫൈഡ് സൂപ്പർ ബൈക്ക്. എന്നാൽ ശരി, സാറിന് ഒരു ബൈക്ക് കൊടുക്കാം. ഞാൻ പിന്നെ ആലോചിക്കണതേ, ഈ കാണുന്ന ബൈക്കില്ലേ, ഈ 100, അതങ്ങ് മോഡിഫൈ ചെയ്ത് കൊടുത്താലോ എന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ അധികം പൈസ ഇല്ലേ, പുതിയ ബൈക്കൊന്നും മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന വണ്ടി മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ഇതാണ് ആ വർക്ക്ഷോപ്പ്. നമുക്കിനി ഈ ബൈക്ക് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ കളർ മാറ്റാം. ബൈക്കിൻ്റെ കളറ് റെഡ് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? വണ്ടിയുടെ അലോയ്സ് മാറ്റിയിട്ടുണ്ട്. ഇനി അലോയ്സിൻ്റെ സൈസ് കൂട്ടാം. സൈസ് പിന്നെ അത്രയ്ക്ക് ഓവറാക്കണ്ട. ഇത്ര സൈസ് മതിയാവും. ഇത്ര സൈസ് വലിയ കുഴപ്പമില്ലേ? പിന്നെ അലോയ്സിന് കളർ കൊടുക്കാം. അത് റെഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്താ ചെയ്യണ്ടേ? സ്റ്റിക്കർ ഒട്ടിക്കണ? ആ സ്റ്റിക്കർ ഒട്ടിക്കാം. അതുകൊണ്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും കിടന്നോട്ടെ. ഫ്രണ്ടിലും സൈഡിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്മോക്കിൻ്റെ കളർ റെഡും കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഈ വണ്ടി ഫുള്ളി മോഡിഫൈ ചെയ്തു. ഇപ്പം ഇത് കണ്ടാലേ ഒരു മോഡിഫൈഡ് ബൈക്കാന്നാ പറയുള്ളൂ. ഇനി നമുക്ക് ഈ ബൈക്ക് ആ സാറുമാർക്ക് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാം. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഹലോ സാറേ, സാറ് പറഞ്ഞ പോലെ ഞാനൊരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുവന്നു. ഇനി ഹൾക്കിനെ വെറുതെ വിട്ടേക്ക്. അത് ശരി. എടാ ജാക്കേ, നീ എന്ത് വിചാരിച്ചേ? പോലീസുകാരൊക്കെ മണ്ടന്മാരാന്നാ? നിന്റെ വണ്ടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചാ? നീ കൊണ്ടുവന്ന വണ്ടിയില്ലേ, അതൊരു സൂപ്പർ ബൈക്കല്ല, അത് ഏതൊരു പേട്ട ബൈക്കാ. നമുക്ക് ആ പേട്ട ബൈക്ക് വേണ്ട, നമുക്ക് സൂപ്പർ ബൈക്കാ വേണ്ടേ, അതും ഫുള്ളി മോഡിഫൈഡ്. ഓ, സാർമാർക്കപ്പോൾ സൂപ്പർ ബൈക്ക് വേണം. എന്നാ പിടിച്ചോ. എടാ ജാക്കേ, നീ നുറുപണി കാണിക്കണേ? നമ്മളെ വെടിയേക്കാറയ്യ. അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാനേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും. അത് ശരി, നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്യോ? എന്നെ ജയിലിൽ കൊണ്ടിടോ? അതൊന്നും എനിക്ക് കാണണല്ലോ. ഓ, ഇതെന്തത്? ഇവന്മാരെ വെടിവെച്ചിട്ട് ചാവണില്ലല്ലോ. അതെ, നമുക്ക് RPG എടുക്കാം. RPG എടുത്ത് ഫയർ ചെയ്യാം. ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. ചാവട അങ്ങോട്ട്, ചാവ്. അതെ, നിനക്കറിയില്ല, ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. എൻ്റെ അടുത്ത് മുട്ടാൻ നിൽക്കണ്ട. മുട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. എടാ ആൾക്കേ, ഞാനിപ്പോൾ വരാം. അവിടെ പുറത്തും ഇഷ്ടം പോലെ പോലീസുകാരുണ്ട്. അവന്മാരും തീർത്തിട്ട് വരാം. ഇവന്മാർ എന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഇവരതിന് ജീവനോടെ ഉണ്ടായില്ലല്ലേ? ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനും തീർത്തളഞ്ഞു. ഒരാളിനെയും ബാക്കി വെച്ചില്ല. എടാ ഹൾക്കേ, വായോ, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ഇവിടെ നീ നിൽക്കണതേ ഒട്ടും സേഫല്ല. വന്ന് വണ്ടിയിൽ കയറ്. ഭാഗ്യമുണ്ട്, വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കിനി ഇവിടെ നിന്ന് പോവാം. എടാ ജാക്കേ, എന്തായാലും നീ കറക്റ്റ് ടൈമിൽ വന്നേ. ഇല്ലായിരുന്നെങ്കിൽ പണിപ്പാളിയനെ. ഇവന്മാരെന്നെ ജയിലിൽ കൊണ്ടുപോയനെ, അതും സെൻട്രൽ ജയിലില്. സെൻട്രൽ ജയിലാ? എടാ ഹൾക്കേ, നീ എന്തേ പറയണ്? അതെ, ഞാനിവിടെ ഉള്ളപ്പോഴേ നിനക്കൊന്നും സംഭവിക്കില്ല. നീ അതായാലും വെച്ച് ടെൻഷൻ അടിക്കണ്ട. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം. നിന്നെ ഞാനേ ആ റെഡ് ഹൾക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. ആ റെഡ് ഹൾക്കാണെങ്കിൽ എൻ്റെ കാർ അടിച്ചു മാറ്റിയേ. ആ കാർ എനിക്ക് തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എടാ ജാക്കേ, എനിക്കറിയായിരുന്നു നീ എന്തായാലും ഗ്രീൻ ഹൾക്കിനെ രക്ഷിക്കുന്നു. താങ്ക് യു ബ്രോ. ആ പിന്നെ നിന്റെ ലംബോർഗിനി കാറില്ലേ, അത് ഞാൻ വീട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? എന്നാ ശരി, എനിക്ക് ആ കാറ് മാത്രം കിട്ടിയാൽ മതി. ഹൾക്ക് പറയണത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു എന്നാ. എന്നാൽ പിന്നെ വീട്ടിൽ പോയിട്ട് നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാം. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്തായി, എൻ്റെ കാറ് ഗാരേജിലുണ്ടാ? ഏയ്, ഇതെന്തത്? ഈ ഗാരേജ് ഇപ്പോഴും കാലിയാണല്ലോ. അത് ശരി, ഇതെന്നിട്ട് പരിപാടിയാ? ആ ഹൾക്ക് എന്നെ വീണ്ടും പറ്റിച്ചു. ഒരു മിനിറ്റ്, ആ കാർ എവിടെ ഇരിക്കുന്നുണ്ടാ? ഹൾക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ആ, എന്തെങ്കിലും ആവട്ടെ, നമുക്കങ്ങനെ കാറ് തിരിച്ചു കിട്ടി. ഈ കാറാണ് ഞാൻ പുതിയതായിട്ട് എടുത്തത്. ആ, ഇനിയിപ്പോൾ നമുക്ക് ഈ കാറ് മോഡിഫൈ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.